വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുത്തനങ്ങാടി ശുഹദ ആണ്ട് നേർച്ചയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. സംഘാടക സമിതി ഭാരവാഹികളുണ്ട്, പള്ളി ഇമാമുണ്ട്, സുബൈർ ഫൈസി ചമ്മലശ്ശേരി. ഈ ആണ്ട് നേർച്ചയെക്കുറിച്ചും ഈ ശുഹദ ഇവിടെ മൺമറഞ്ഞ ആളുകളെക്കുറിച്ചും അതിൻ്റെ സംഘാടനത്തെക്കുറിച്ചും ഒന്ന് പറയാം. 1000ഓളം വർഷം പഴക്കമുള്ള പള്ളി നിലനിൽക്കുന്നു എന്നതാണ് പുത്തനങ്ങാടിയുടെ ഒന്നാമത്തെ പ്രത്യേകത. അതോടൊപ്പം പഴമയെ അറിയിക്കുന്ന മേൽക്കൂരകളോടുകൂടെയുള്ള മക്ബറകൾ, പുരാതന കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ ഇരുപള്ളികൾ, ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കൾ, ടിപ്പു സുൽത്താൻ്റെ ഖാലിയായിരുന്ന ഖാലി അബ്ദുള്ള മുസ്ലിയാർ, ഇരു പള്ളികളുടെയും സ്ഥാപകനായ പോക്കരിമൂപ്പൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒന്നിലധികം സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ശുഹദാക്കളുടെയും സംഗമ ഭൂമിക എന്നുള്ളതാണ് മറ്റു നാടുകളിൽ നിന്ന് വിഭിന്നമായി പുത്തനങ്ങാടിയുടെ പ്രത്യേകതയായി നാം കാണുന്നത്. എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ സിയാറത്തിന് വേണ്ടി കടന്നു വരുന്ന ഇടമാണ് പുത്തനങ്ങാടി. സിയാറത്തിന് വേണ്ടി വരുന്നവരുടെ സൗകര്യം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് വർഷത്തിൽ ഒരാഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയുടെ വിപുലമായ പരിപാടികൾ നാം ഒരുക്കുന്നത്. സാധാരണയിൽ നിന്ന് വിഭിന്നമായി ആയിരക്കണക്കിന് ആളുകളാണ് വാർഷിക ആണ്ട് നേർച്ച കടന്നു വരുന്ന ദിനങ്ങളിലായി മക്കാമിലേക്ക് കടന്നു വരാറുള്ളത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മഹല്ല് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. നാനാജാതി മതസ്ഥരായ ആളുകൾ ആത്മശാന്തി തേടി വരുന്ന ഒരു ഇടം കൂടിയാണ്. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുൾപ്പെടെ ഒരുപാട് പേര് സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്ത ആളുകളാണ് ഇവിടെ മൺമറഞ്ഞ് കിടക്കുന്നത്. അവരുടെ ഒരാണ്ട് നേർച്ചയാണ്. ഒരു ആണ്ടിന് മാത്രമല്ല ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ, ദിനേന നൂറുകണക്കിന് ആളുകൾ ഈ മഹാന്മാരുടെ ഖബറുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറബി കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ അബു സഹറ ഹൈത്തമി വലപ്പാറ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അറബി കോളേജിനെ കുറിച്ചൊന്ന് പറയാം. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമായ ഒരു മാതൃസ്ഥാപനമാണ്. അതിൻ്റെ അഫിലിയേഷനോടുകൂടെ ആദ്യഘട്ടത്തിലെ അഫിലിയേഷൻ സ്വീകരിച്ചുകൊണ്ട് ഏകദേശം 250-ലേറെ വിദ്യാർത്ഥികൾക്ക് സമന്വയ വിദ്യാഭ്യാസം, മതപഠനം, ഭൗതിക പഠനം ഒരുമിച്ച് ഫ്രീ ആയി അവരുടെ ഭക്ഷണം, താമസം, പഠനം എല്ലാം നൽകിക്കൊണ്ട് ഈ കമ്മിറ്റി ആ മക്കളെ ദത്തെടുത്ത് 8 വർഷത്തെ പഠനം ഇവിടെ നടത്തുന്നതോടൊപ്പം അവരെ പരിപൂർണമായിട്ടും നല്ല സ്കിൽഡായ, നല്ല ഡിസിപ്ലിൻഡായ, എല്ലാ നിലക്കും ഭാവിക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് അവരെ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു നല്ല സിസ്റ്റവും കരിക്കുലവുമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവരെ സ്വീകരിക്കാനായി ഒരുപാട് ആളുകളുണ്ട്. വേറിട്ട് നിൽക്കുന്ന പ്രത്യേകമായ കഴിവുകളും സ്വഭാവങ്ങളും ഭാഷാ കഴിവുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതരായതുകൊണ്ട് പ്രത്യേകം അറിയപ്പെടുന്ന ഒരു ബിരുദമായി ഇന്ന് കേരളത്തിൽ ഷാഹിദി ബിരുദം മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള 2ാം സന്നദ്ധാനം കൂടെയാണ് ഈ വരുന്ന 2-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതി ക്രിസ്റ്റൽ ജൂബിലിയായി, 15ാം വാർഷികത്തിന് നിറവിലായതുകൊണ്ട് ക്രിസ്റ്റൽ ജൂബിലിയായി നമ്മൾ സമുചിതമായി ആഘോഷിക്കുകയാണ്. അതായത് പുത്തനങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് ജനുവരി 27-ന് തുടങ്ങും, അത് ഫെബ്രുവരി 2-ന് സമാപിക്കും. ആ ദിവസം ഇവിടെ നിന്ന് പഠിച്ച കുട്ടികൾ, അതായത് ഏകദേശം 60ഓളം കുട്ടികൾ ഷാഹിദി ബിരുദം, അതായത് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ അഫിലിയേഷനോടെ പ്രവർത്തിക്കുന്ന ഒരു ബിരുദമാണത്. നല്ല പണ്ഡിതരെ അവർക്ക് എല്ലാ കഴിവുകളും നൽകിയ, ഭൗതിക വിദ്യാഭ്യാസം നൽകി വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ആ 60ഓളം കുട്ടികൾക്കുള്ള ഷാഹിദി ബിരുദ ദാന ചടങ്ങ് കൂടിയാണ് നടക്കുന്നത്. ഏതായാലും ഈ പുണ്യമായ ഈ സ്ഥലത്ത്, അതായത് ഒരുപാട് പേര് അവരുടെ മനസ്സിൽ പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന പുത്തനങ്ങാടി ശുഹദാക്കളുടെ ഈ ആണ്ട് നേർച്ച ഏറ്റവും ഭംഗിയായി നടക്കാനുള്ള വിപുലമായ സൗകര്യങ്ങൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേര്, എത്ര പേര് വന്നാലും അവർക്ക് ഉള്ള സൗകര്യങ്ങൾ ഇവിടെ പൂർണ്ണ സജ്ജമാണ് എന്നാണ് സംഘാടകർ നമ്മളെ അറിയിക്കുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നിള 24 ലൈവ്.